സങ്കടത്തിലാണ്. അങ്ങയുടെ ഭക്തന്മാരുടെ അവസാന പ്രയോഗമാണല്ലോ ഉപവാസം. അംബരീക്ഷൻ തന്റെ പ്രാർത്ഥനകളിലൂടെ നമ്മയും കഷ്ടത്തിലാക്കുമോ എന്നാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത്. കാരണം ദുർവാസാവ് മഹർഷി അംബരീക്ഷനെ പരീക്ഷിക്കാനായി രാജധാനിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ ഇപ്പോഴും അംബരീക്ഷൻ നമ്മെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ദുർവാസാവ് മഹർഷി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അംബരീക്ഷന് ശാപം കിട്ടുമെന്നുള്ള സംഗതി ഉറപ്പായിരിക്കുന്നു. അങ്ങേക്കിങ്ങനെ അസ്വസ്ഥനാകാൻ എപ്പോഴും ഓരോ കാരണം കിട്ടിക്കൊണ്ടേയിരിക്കും. ചിത്പുരുഷ, ജഗന്നാഥ, ദയാംബുധേ, അവിടുത്തേക്കും ദേവിക്കും പ്രണാമം. പ്രണാമം ദേവീദേവ. പ്രണാമം. പ്രണാമം. നിലിംബരെ, നിങ്ങൾ നല്ല ആസനങ്ങളിൽ ഉപവിഷ്ടരായാൽ മംഗളവർത്തമാനങ്ങൾ ചൊല്ലുക. ഇരുവരും ഇവിടേക്ക് വരാൻ തക്ക കാരണമുണ്ടായത് എന്താണ്? രണ്ടുപേരുടെ മുഖത്തും സന്താപം നിഴലിച്ചു കാണുന്നു. എന്താണ് സംഗതി എന്ന് പറഞ്ഞാലും. ഭാവിയായ അസുരരാജൻ മഹിഷാസുരന്റെ പീഡനം കൊണ്ട് ദേവന്മാർ വിഷണ്ണരായിരിക്കുന്നു. ദേവലോകത്തെ അടക്കിയ ആ ദുർഭകൻ യാഗാംശത്തെയും ഭുജിക്കുന്നു. പേടി പെരുത്ത് ദേവകൾ കാടുകൾ തോറും അലയുന്നു. ബ്രഹ്മദേവൻ കൊടുത്ത വരത്തിന്റെ ബലത്താൽ ആ ദുഷ്ടനെ വധിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് അങ്ങേ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ദൈത്യരുടെ മായ ശരിക്കറിയാവുന്ന അങ്ങ് ഈ അത്തൽ മാറ്റാൻ തികച്ചും യോഗ്യൻ തന്നെ. എന്താണ് ഇതിനുപായം? ഒരങ്കനക്കല്ലാതെ അവനെ വധിക്കാൻ കഴിയില്ലെന്ന് വരം നേടിയിരിക്കുമ്പോൾ അതിനായി വരുന്ന നാരി ആരാണ്? നമ്മുടെ ദേവിമാർക്കൊന്നും ആ ദുഷ്ടനെ എതിരിടാൻ പ്രാപ്തി പോരാ. ഭക്തവത്സലനായ അങ്ങ് ആ ദൈത്യരാജനെ നിഗ്രഹിക്കാൻ ഒരു ഉപായം കണ്ട് ദേവകളുടെ അഴൽ തീർത്ത് കാത്തുരക്ഷിക്കണം. പണ്ട് നാം വൻപട കൂട്ടിയിട്ടും ആ ഖലനെ വധിക്കാൻ സാധിച്ചില്ല. ഭിന്നവരായ നമ്മൾ